ഇവിടെ അവാർഡ് ഒപ്പിക്കാൻ എനിക്ക് വ്യക്തമായി അറിയാവുന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. മദ്രാസിൽ നിന്ന് ഒരുത്തൻ പറന്നു വന്ന് തിരുവനന്തപുരത്ത് ഒരു മുന്തിയ ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് പെട്ടിയും കിടക്കയൊക്കെ വെച്ച് കാത്തിരുന്നു. എന്നിട്ട് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ തിരുവനന്തപുരത്തുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി മധുരം കൊടുക്കാനും മദ്യപിക്കാനുള്ള എല്ലാം സെറ്റപ്പ് റെഡിയാക്കി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഈ നായകൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയാളുടെ കുറേ സിനിമകളുടെ ക്യാമറാമാൻ ആയിരുന്ന ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഒരു ക്യാമറാമാൻ ആ ജൂറിയിലുണ്ട്. ഞാൻ മുമ്പ് ഇത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആ ജൂറി മെമ്പറോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും നമ്മളെ ഇത്തവണത്തെ അവാർഡ്, മികച്ച നടൻ്റെ അവാർഡ് എനിക്ക് തന്നെ ഒപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അയാൾ നോക്കാം എന്ന് പറഞ്ഞു. സാധു മനുഷ്യനായിരുന്നു, മാന്യനായ മനുഷ്യനായിരുന്നു. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അവാർഡ് നിർണ്ണയിക്കുന്ന അവസാനത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ പൊതുവെ ഈ പാൻ പരാഗ് വാക്യത്ത് ഇടുന്ന ആളാണ് ഈ ക്യാമറ. അദ്ദേഹം വായ നിറച്ച് മുറുക്കാനിട്ടുകൊണ്ട് തന്നെ മനസ്സോടെ പറഞ്ഞു, ഇത്തവണത്തെ അവാർഡ് ഇന്ന നടന് കിട്ടിയാൽ കൊള്ളാമെന്ന് അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു. അയാൾ പ്രതീക്ഷിക്കുന്നു ആ അവാർഡ്. അപ്പോൾ കേട്ടോണ്ടിരുന്ന ഒരാൾ ചോദിച്ചു, താങ്കളെ വിളിച്ച അയാൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു ജൂറിയിലൊന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ആണ് അയാൾ പറയുന്നത്, എന്നോടും പറഞ്ഞു ജൂറിയിലൊന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ അടുത്തിരിക്കണല്ലോ എന്നോടും പറഞ്ഞു എല്ലാവരോടും പറഞ്ഞിരിക്കുക അവാർഡ് കൊടുക്കണം. പെട്ടെന്ന് ദേഷ്യം വന്ന ജൂറി ചെയർമാൻ പറഞ്ഞു, ഇയാളെ നമുക്ക് കരിമ്പട്ടിയിൽപ്പെടുത്തണം, കാരണം ഇനി ഒരിക്കലും ഇയാൾക്ക് അവാർഡിന് മത്സരിക്കാനുള്ള യോഗ്യത കൊടുക്കാൻ പാടില്ല എന്ന് ജൂറി ചെയർമാൻ പറഞ്ഞു. അത്രയ്ക്ക് അദ്ദേഹം ദേഷ്യം വന്നു. കാരണം ജൂറിയിലുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കുക എനിക്ക് വേണ്ടി സംസാരിക്കണേ. അയാളെ തഴഞ്ഞു. കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ പോലും കൊടുത്തില്ല, തഴഞ്ഞു. അവാർഡ് എനിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഹോട്ടൽ മുറി കിടന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി വെച്ച് ഈ ക്യാമറമാനെ വിളിച്ച് ലെഫ്റ്റ് റൈറ്റ് അടിക്കുന്ന പോലെ ചീത്ത വിളിച്ചു. എന്നിട്ട് പെട്ടിയും കിടക്കിയൊക്കെ എടുത്തോണ്ട് എന്താ പറയുക മദ്രാസിലേക്ക് പോയി. അവിടെയാണ് എനിക്കാണ് അവാർഡെന്നറിയാതെ എയർപോർട്ടിലേക്ക് പോകുന്ന ഉർവശിയുടെയും ഞാൻ പാടിയ പാട്ടിനാണ് ഈ വർഷത്തെ യേശുദാസും ജയചന്ദ്രനും ഒക്കെ വാങ്ങിക്കുന്ന അവാർഡ് എനിക്കാണ് എന്ന് വിദ്യാരമാഷ അറിയുന്നതും ഒക്കെ ആരോ പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തോന്നും. അതുപോലെ തന്നെ 50 വർഷമായി വിജയരാഘവൻ അഭിനയ രംഗത്ത് വന്നിട്ട് ഔദ്യോഗികമായ ഒരു അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ഒരു പരിഭവവും ഇല്ല പുള്ളിക്ക്. അദ്ദേഹം ഭാര്യ അനിതയോടൊപ്പം UK മകൻ്റെ കൂടെ ചെലവിടുന്ന സമയമാണിപ്പോൾ. UK അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അഭിനയത്തിൻ്റെ 50 വർഷം തികഞ്ഞ ഈ നാളുകളിൽ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം എനിക്കാണ് എന്ന് അദ്ദേഹം അറിയുന്നത്. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതിനാണ് വിജയരാഘവൻ അവാർഡ്. ഇവരാരും ഒരു ജൂറിയെയും ക്യാൻവാസ് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. മികച്ച ഗായികയായി തിരഞ്ഞെടുത്തത് ആമി എന്ന് പറയുന്ന പാച്ചവും അത്ഭുത വിളക്കും എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയ പുതുമുഖ ഗായികയ്ക്കാണ് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ്. ചാവേറിലെ സംഗീത സംവിധായകൻ ജസ്റ്റിസ് വർഗീസ്, അതുപോലെ തന്നെ അതിൻ്റെ ഗാനരചന നടത്തിയ ഹരീഷ് മോഹനൻ, ഇവർക്കൊക്കെ ആദ്യമായിട്ട് കിട്ടുകയാണ്. അതുപോലെ പ്രത്യേക ജൂറി പുരസ്കാരം അഭിനയത്തിന് സുധി കോഴിക്കോട് എന്ന് പറഞ്ഞ നവാഗതന്, പശ്ചാത്തല സംഗീതത്തിന് പുരസ്കാരം നേടിയ മാത്യൂസ് പുളിക്കൽ, ഇവരൊക്കെ ഇതുവരെ എന്താ പറയുക ഒരു അവാർഡ് നേടിയവരല്ല, നവാഗതരാണ്. നവാഗത സംവിധായകന് നൽകിയിരുന്ന അവാർഡ് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇന്ദിരാഗാന്ധിയുടെ പേരിലായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരുന്നത്. അതുപോലെ സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രത്തിനുള്ള അവാർഡ് കൊടുക്കുന്നത് നർഗീസ് ദത്തിൻ്റെ പേരിലായിരുന്നു. സിനിമാ നടിയായിരുന്ന സുനിൽ ദത്തിൻ്റെ ഭാര്യ നർഗീസ് ദത്തിൻ്റെ പേരിലായിരുന്നു അവാർഡ് കൊടുത്തിരുന്നത്. ഇത്തവണ മുതൽ ഈ 2 അവാർഡുകളിലെയും ഈ പേരുകൾ എടുത്തു കളഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ പേരും നർഗീസ് ദത്തിൻ്റെ പേരും എടുത്തു കളഞ്ഞു. ഒരു കണക്കിന് നന്നായി എന്ന് ഞാൻ പറയും. പക്ഷേ നാളെ ഈ അവാർഡുകൾ തന്നെ വാജ്പേയി അവാർഡും സുഷമ സ്വരാജ് അവാർഡുമായി മാറരുത്, പന്തിപക്ഷം കാണിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. 160 സിനിമകളാണ് ഈ വർഷം സംസ്ഥാന അവാർഡിനായി മത്സരിച്ചത്. ഇതിൽ നിന്ന് 2 ജൂറികൾ 35 സിനിമകൾ മത്സരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു. ബാക്കി തഴഞ്ഞു. 160 നിന്ന് 35 എടുത്തുള്ളൂ. ആലോചിച്ച് നോക്കൂ, ബാക്കി 125 സിനിമ ഈ പ്രാദേശിക ജൂറി തഴഞ്ഞു. അതുപോലെ പ്രാദേശിക ജൂറി തഴഞ്ഞ ഈ 125 സിനിമകളിൽ നിന്ന് കണ്ണൂർ സ്ക്വാഡ്, മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് വരെ തഴഞ്ഞളഞ്ഞു സംസ്ഥാന അവാർഡിൽ നിന്ന്. ഗഗനചാരി, പെമ്പിളി ഒരുമ എന്ന് പറഞ്ഞ 3 സിനിമകളെ റീകോൾ ചെയ്തു. അങ്ങനെ 38 സിനിമകളാണ് സംസ്ഥാന അവാർഡ് മത്സരത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരിച്ച 38 സിനിമകളിൽ പകുതിയിൽ കൂടുതൽ
നവാഗത സംവിധായകർ, പുതിയ സംവിധായകർ സംവിധാനം ചെയ്ത സിനിമകളായിരുന്നു. 9 അവാർഡുകളാണ് ബ്ലസ്സിയുടെ ആടുജീവിതം വാരിക്കൂട്ടിയത്. സിനിമയെ സീരിയസ് ആയി കണ്ട് ചിത്രീകരിക്കുമ്പോൾ അതിലെ ഓരോ വിഭാഗവും ശ്രദ്ധിക്കപ്പെടും. അത് സ്വാഭാവികമാണ്. വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ വാനപ്രസം പോലൊരു സിനിമ, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം പോലൊരു സിനിമ എടുക്കുമ്പോൾ അതിലെ എല്ലാ വിഭാഗങ്ങളെയും ശ്രദ്ധേയമായ ആൾക്കാരെ വയ്ക്കുകയുള്ളൂ, ഉത്തരവാദിത്തത്തോടുള്ള ആൾക്കാരെ വയ്ക്കുകയുള്ളൂ. ഇപ്പോൾ ആടുജീവിതത്തിലും അങ്ങനെയുള്ള എല്ലാവരും നമ്പർ 1 ആൾക്കാരാണല്ലോ വെച്ചത്. അങ്ങനെ ആകുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മികച്ച സംവിധായകൻ, മികച്ച നടൻ, പിന്നെ അതിൽ എന്താ പറയുക, പൃഥ്വിരാജ് കഴിഞ്ഞാൽ അടുത്ത വേഷം ചെയ്ത കൂട്ടുകാരനായിട്ട് അഭിനയിച്ച ഗോകുലിന് പ്രത്യേക പരാമർശം, ഛായാഗ്രാഹകൻ KS സുനിലിന് മികച്ച ഛായാഗ്രഹൻ്റെ അവാർഡ്, റസൂൽ പൂക്കുട്ടിയും ശരത് മേനോനും കൂടിയാണ് ശബ്ദ മിശ്രണം നടത്തിയത്. പ്രോസസ്സിങ്ങും കളറിസ്റ്റുമായിരുന്ന വൈശാഖ് ശിവഗണേഷിന് കിട്ടിയ അവാർഡ്, മേക്കപ്പ് ആൻഡ് രഞ്ജിത്ത് അമ്പാടിക്ക് അവാർഡ് കിട്ടി, തിരക്കഥ അഡാപ്റ്റേഷനുള്ളത് ബ്ലസ്സിക്ക് കിട്ടി. ഇത്രയൊക്കെ ഓക്കെയാണ്. ആടുജീവിതത്തിന് കിട്ടുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും മനോഹരമായ സിനിമയാണ്. പക്ഷേ 9ാമത് കിട്ടിയ ഒരു അവാർഡുണ്ട്. 9 അവാർഡാണല്ലോ ഈ പടത്തിന് കിട്ടിയത്. അത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്ന് ജൂറിയോട് അല്ലെങ്കിൽ സർക്കാരിനോട് പറയാതിരിക്കാൻ വയ്യ. അതിന് കിട്ടിയത് ജനപ്രീതി നേടിയ കലാമേന്മയുള്ള ചിത്രത്തിനുള്ള അവാർഡ് ആടുജീവിതത്തിനാണ് കിട്ടിയത്. 2023 ഡിസംബർ 31 സെൻസർ ചെയ്ത സിനിമ 2024 മാർച്ച് 28 റിലീസാവുന്നത്. അങ്ങനെയുള്ളൊരു സിനിമ ജനപ്രീതി നേടിയ അവാർഡ് എങ്ങനെ നേടുമെന്നുള്ളതാണ് പലരുടെയും സംശയം. ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്. അപ്പോൾ കൃത്യമായും അതിനെ ഈ ജൂറിയുടെ അപാകത, അല്ലെങ്കിൽ ഈ ജൂറിയുടെ എന്താ പറയുക, കാഴ്ചപ്പാടിലുണ്ടായ കുഴപ്പമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് 2018 എന്ന് പറഞ്ഞ മനോഹരമായ സിനിമ ഉൾപ്പെടെ ഈ പറയുന്ന ജനപ്രീതിയും കലാമേന്മയും നേടിയ ചിത്രത്തിനുള്ള അവാർഡ് നിശ്ചയിക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ എല്ലാം വാരി കൊടുക്കുന്നതിനിടയിൽ ബ്ലസ്സിക്ക് തന്നെ, ആടുജീവിതത്തിന് തന്നെ ജനപ്രീതിയും കലാമേന്മയും ഉള്ള ചിത്രത്തിന് ഡിസംബർ 31 റിലീസ് ചെയ്ത സിനിമയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. ടെക്നിക്കലി ആ വിമർശനം ശരിയാണെന്ന് ബ്ലസ്സി തന്നെ പറയുന്നു. ബ്ലസ്സി പറയാണ് ടെക്നിക്കലായിട്ട് നോക്കിയാൽ ശരിയാണ്. 2023 ഡിസംബർ 31 റിലീസ് ചെയ്ത സിനിമയ്ക്ക് എങ്ങനെ ജനപ്രതികൾ അവാർഡ് കിട്ടും എന്ന് ചോദിക്കുന്നതിൽ ശരിയാണെന്ന് അദ്ദേഹം പറയുന്നു. പിൻവലിച്ചാലും പ്രശ്നമില്ല എന്നും ബ്ലസ്സി പറയുന്നു. എനിക്ക് ആ അവാർഡ് തരുന്നില്ല എന്ന് തീരുമാനിച്ചാലും ഞാൻ പറയുന്നത് ജൂറി അല്ലെങ്കിൽ സർക്കാർ സജി ചെറിയാൻ ചെയ്യേണ്ടത് ജനപ്രീതിക്കും കലാമേന്മയ്ക്കുമുള്ള പുരസ്കാരം ആടുജീവിതത്തിന് കൊടുക്കാതെ അതിനെ പിൻവലിച്ചിട്ട് 2018 കൊടുത്താൽ ഈ അവാർഡിന് ഈ വർഷത്തെ അവാർഡ് നിർണ്ണയത്തിന് മഹത്വം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ആടുജീവിതത്തിലെ പാട്ട് മലയാളി പാടി നടന്നിട്ടും AR റഹ്മാനെ തഴഞ്ഞതിലുള്ള പരിഭവവും ബ്ലസ്സി പറയുന്നു. എല്ലാ അവാർഡുകളും കൂടി ഒരു ചിത്രത്തിന് മാത്രമായി കൊടുക്കാൻ ഒക്കുമോ എന്നും ബ്ലസ്സി ആലോചിക്കുന്നില്ല. ബ്ലസ്സി വിചാരിക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന അവാർഡല്ല എൻ്റെ ഒരു സിനിമയ്ക്ക് മാത്രമേ കിട്ടാവൂ, AR റഹ്മാൻ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മലയാളികൾ മുഴുവൻ പാടി നടക്കുന്നുണ്ട്. ആ പടം റിലീസ് ചെയ്ത സമയത്ത് പാടി നടന്നിരുന്നു, സത്യമാണ്. പക്ഷെ ഇപ്പോഴാരെങ്കിലും പാടി നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ബ്ലസ്സി പോലും പാടുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ തന്നെ 9 എണ്ണം വാരി തന്നതിനാലാണ് 2024 റിലീസായ സിനിമയ്ക്ക് 2023 ജനപ്രിയ അവാർഡ് തന്ന് പുലിവാല് പിടിച്ചത് ജൂറി എന്നെങ്കിലും ബ്ലസ്സി ആലോചിക്കണമായിരുന്നു. അതിനൊരു ബ്ലസ്സി പരിഭവം പറയുകയാണ്. പിന്നെ അവാർഡിലെ പങ്കുവയ്ക്കൽ, അതിപ്പോൾ അവനെന്ന് പറഞ്ഞ് പങ്കുവയ്ക്കുന്നത് തന്നെയാണ് സംസ്ഥാന അവാർഡെന്ന് ഞാൻ പറയും. അതിപ്പോൾ റഫീഖ് അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ആടുജീവിതത്തിൽ പാട്ടെഴുതിയ അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കും. ഞാൻ അവാർഡ് ജൂറി മെമ്പറായിരുന്നുകൊണ്ട് എനിക്കറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന്. തീർച്ചയായിട്ടും പരിഭവങ്ങളും പരാതികളും വരാതെ എല്ലാം കൂടെ വാരി ഒരു പടത്തിന് കൊടുക്കാതെ ചിലപ്പോൾ വീതം വയ്ക്കും. ഇത് മനുഷ്യരല്ലേ എന്നേ ജൂറി മെമ്പർമാരാവുന്നേ. അവർക്ക് എന്താ പറയുക, ഒരു ഗൈഡ് ലൈൻ ഇല്ലാത്തടത്തോളം കാലം കോസ്റ്റ്യൂമിന് ഇതിന് കൊടുക്കണ്ട, അതിന് കൊടുക്കാം, അതിന് വേറെ അവാർഡൊന്നും കിട്ടിയില്ലല്ലോ, അതിന് മേക്കപ്പിന് കൊടുക്കാം എന്ന് പറയും. അതുപോലെ റഹ്മാൻ, നമ്മൾ ഇനി കേരളത്തിലെ അവാർഡൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല, ഓസ്കാർ വരെ എത്തിയ ആളാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിന് മനോഹരമായി മലയാളി പാടി നടക്കുന്ന പാട്ടിൻ്റെ സംഗീതത്തിന് കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ റിലീസ് ചെയ്തിട്ടില്ലാത്ത സിനിമയ്ക്ക് ജനപ്രിയ അവാർഡ് കൊടുത്തതും ഞെളിഞ്ഞു നിന്ന് വാങ്ങിയവരും ഉണ്ട് എന്നുള്ളത് ബ്ലസ്സിക്ക് ഒരു ആശ്വാസം ആകാം. ഉണ്ട്. ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഗാനം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യാത്ത സിനിമയ്ക്ക് ജനപ്രിയ അവാർഡ് കൊടുത്ത നാടാണ്. അവാർഡ് ജേതാവ് കയറി വാങ്ങുകയും ചെയ്തു. അതുപോലെ 18-19 വയസ്സുള്ള സുധ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഇന്നസെൻ്റ് ഡേവിഡ് കാച്ചപ്പള്ളിയും കൂടെ നിർമ്മിച്ച് മോഹൻ സംവിധാനം ചെയ്ത് നെടുപിടി വേണു നായകനായ ഇളക്കങ്ങൾ എന്ന് പറഞ്ഞ മനോഹരമായ സിനിമയാണ്. ആ സിനിമയിലെ നായിക സുധ 18-19 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ വർഷത്തെ അവാർഡ് കൊടുക്കുമ്പോൾ ഇളക്കങ്ങൾക്ക് അല്ലെങ്കിൽ മോഹൻ്റെ സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുക്കാൻ വേറെ ഒന്നുമില്ലല്ലോ എന്ന് തോന്നിയപ്പോൾ ജൂറി എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാലനടിക്കുള്ള അവാർഡ്
ഈ സുതയ്ക്ക് കൊടുത്തു നായിക്ക്. ഈ കൊച്ച് എന്താ പറയുക, മുട്ടിന് മേളിൽ നിൽക്കുന്ന ഒരു സ്കർട്ടൊക്കെ ഇട്ട് വന്ന് അവാർഡ് വാങ്ങിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ കോവി വെളുപ്പിച്ചു. പക്ഷേ ആ കൊച്ചിന് മനസ്സിലായില്ല, മലയാളി അല്ലാത്തതുകൊണ്ട് അതിനർത്ഥം മനസ്സിലായില്ല. അങ്ങനെ ബാലനടിക്കുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇളക്കങ്ങളിലെ നായികയ്ക്ക് ബാലനടിക്കുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കടൽപ്പാലം, അടിമകൾ, കാട്ടുകുരങ്ങ്, മൂലധനം, കള്ളിച്ചെല്ലമ്മ, നദി തുടങ്ങിയ മനോഹരമായ സിനിമകൾ, എക്കാലത്തെയും മനോഹരമായ സിനിമകൾ മത്സരിച്ച ആദ്യ സംസ്ഥാന അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മെരിലാൻഡിലെ പി സുബ്രഹ്മണ്യത്തിൻ്റെ കുമാരസംഭവമായിരുന്നു. അതാ തിരഞ്ഞെടുത്തവരാരൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സി പരമേശ്വരൻ പിള്ളയായിരുന്നു ജൂറി ചെയർമാൻ. കൈനിക്കര പത്മനാഭപിള്ള, കേശവദേവ്, പ്രശസ്ത സാഹിത്യകാരൻ കേശവദേവ്, ചിറക്കൽ ബാലകൃഷ്ണൻ നായർ, പത്രപ്രവർത്തന രംഗത്തെ പുലിയായ കെ ബാലകൃഷ്ണൻ, കാമ്പശ്ശേരി കരുണാകരൻ, കെ കൃഷ്ണൻ, മിസ്സസ് കെ എം മാത്യു ഒക്കെ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രഥമ ജൂറിയാണ് ഈ നേരത്തെ പറഞ്ഞ കടൽപ്പാലം പോലുള്ള മനോഹരമായ സിനിമകളെ തഴിഞ്ഞിട്ട് കുമാരസംഭവത്തിനെ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ ആദ്യത്തെ ജൂറി തന്നെ പൊട്ടത്തരം കാണിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ ഉണ്ണിമേനൻ പാടിയ പാട്ടിന് യേശുദാസിന് സംസ്ഥാന അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു എതിർപ്പും പറയാതെ, ഞാൻ പാടിയതാണെന്ന് പോലും ചിലപ്പോൾ ദാസേട്ടന് അറിയില്ലായിരിക്കാം. അദ്ദേഹം അത് മാറ്റിക്കൊണ്ട് പോയ നാടാണ്. അതുപോലെ മോഹൻ സിതാരയെ കൊണ്ട് ഒരു സംവിധായകൻ, അദ്ദേഹത്തിന് ആ വർഷം പടമൊന്നുമില്ല, അദ്ദേഹം വേറൊരു ബുജി സംവിധായകൻ്റെ ഒരു ബുൾഗാന് വേണ്ടി സംഗീതം ഞാൻ കൊടുക്കാമെന്നുണ്ട്, മോഹൻ സിതാരയെ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മോഹൻ സിതാര ചെയ്തു കൊടുത്തു മനോഹരമായിട്ട്. റീ റെക്കോർഡിങ്ങിലെ ഭയങ്കര വിദഗ്ധനാണല്ലോ മോഹൻ സിതാര. ആ വർഷത്തെ ഏറ്റവും നല്ല സംഗീത സംവിധായകൻ്റെ അവാർഡ് ഈ സംവിധായകൻ വാങ്ങിച്ചു. ഒരു ഉളുപ്പില്ലാതെ അദ്ദേഹം കയറി വാങ്ങിച്ചു. ഇപ്പോൾ അടിച്ചിരിക്കും, അടിച്ചോണ്ട് ചെന്ന് അവാർഡ് വാങ്ങിച്ചോണ്ട് പോയി. അതിവിടെ നടന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പുസ്തകം ഇപ്പോൾ 2025 ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന, ഞാൻ എഴുതിയ ഒരു പുസ്തകം വരുന്നുണ്ട്, പബ്ലിക് റിലീസ് ചെയ്യുന്നുണ്ട് പുസ്തകശാലകൾ വഴി. പക്ഷേ പ്രിൻറ്റിങ് തീർന്നിട്ടില്ല, അല്ലെങ്കിൽ ബൈൻഡിങ് തീർന്നിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഒരു വിശ്വപ്രശസ്തനായ ഒരു സംവിധായകൻ, ലോകപ്രശസ്തനായ ഒരു സംവിധായകൻ, അദ്ദേഹത്തിന് ആ വർഷം സിനിമയില്ല. അപ്പോൾ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എർത്തുകൾ പറഞ്ഞാണ്, സാറേ ഒരു കാര്യം ചെയ്യണം സാറേ, അതിൽ നിന്നൊരു 5 ബുക്ക് തുന്നിക്കെട്ടി ഇങ്ങ് തന്നാൽ മതി പറഞ്ഞു. ഇദ്ദേഹം 5 ബുക്ക് പ്രസ്സിൽ നിന്ന് പെട്ടെന്ന് തുന്നിക്കെട്ടി ബൈൻഡ് ചെയ്ത് കട്ട് ചെയ്ത് അവാർഡിന് അയച്ചു കൊടുത്തു. ആ വർഷത്തെ ഏറ്റവും മികച്ച പുസ്തകത്തിനുള്ള അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ പുസ്തകം പബ്ലിക്കേഷനിൽ അല്ലെങ്കിൽ പുസ്തകശാലകളിൽ വരുന്നത് പിറ്റേ വർഷമാണ്. പക്ഷേ ഈ വർഷം എനിക്ക് കിട്ടണം, എന്തെങ്കിലും കിട്ടണം, സംസ്ഥാന അവാർഡ് എനിക്ക് എന്തെങ്കിലും കിട്ടണം. എന്നാൽ സാറ് സംവിധാനം ചെയ്തില്ലല്ലോ, എന്നാൽ പുസ്തകത്തിന് തരാമെന്ന് പറഞ്ഞ് കൊടുത്ത നാടാണ്. അതുപോലെ തന്നെ മനോഹരമായ സിനിമയായിട്ടും ആളുകൾ കാണാതെ പോയ ഒരു പടമാണ് ഫാസിലിൻ്റെ എന്നെന്നും കണ്ണേട്ടൻ. അതുപോലെ മനോഹരമായ MTയുടെ സ്ക്രിപ്റ്റിൽ അജയൻ മനോഹരമായി ചെയ്ത സിനിമയാണ് പെരുന്തച്ചൻ. പക്ഷേ ഇത് രണ്ടും കളക്ഷനിൽ പരാജയപ്പെട്ടു പോയ സിനിമകളാണ്. ഭാവചിത്രയുടെ നട്ടലൊടിച്ച സിനിമയാണല്ലോ പെരുന്തച്ചൻ. ഈ 2 സിനിമകൾക്കും അതാത് കാലത്തെ ജൂറികൾ ജനപ്രിയ ചിത്രത്തിലുള്ള അവാർഡ് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്നെന്നും കണ്ണേട്ടൻ ജനപ്രിയ നേടിയ അവാർഡ് വാങ്ങിച്ചു, അതുപോലെ പെരുന്തച്ചനും വാങ്ങിച്ചു. ഒന്നുമില്ലേലും ആടുജീവിതം കലാമേന്മയിലും പ്രദർശന വിജയത്തിലും മുന്നിൽ നിന്ന പടമായിരുന്നു എന്നതിനാൽ ജൂറിയെ മന്നിച്ചിടുങ്കോ എന്നാണ് ഈ വിഭാഗത്തിൽ എനിക്ക് പറയാനുള്ളത്. പകരം 2018 എന്ന് പറഞ്ഞ ആ സിനിമയ്ക്ക് ഈ പുരസ്കാരം നൽകിയിരുന്നെങ്കിൽ ബലേഫേഷ് എന്ന് പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. അത് ഈ ജൂറിക്ക് പറ്റിയ ഒരു കൈകുറ്റപ്പാട് എന്ന് തന്നെ പറയാം. AR റഹ്മാൻ ഇവിടെ തഴഞ്ഞതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുക ബ്ലസ്സിക്ക്. എന്നാൽ AR റഹ്മാൻ സംഗീത സംവിധായകനുള്ള പുരസ്കാരം ദേശീയ തലത്തിൽ തന്നെ പൊന്നിയൻ സെൽവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ നേടി. ബ്രഹ്മാസ്ത്ര എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയ പ്രീതവുമായി റഹ്മാൻ അവാർഡ് പങ്കിട്ടാണ് നാഷണൽ അവാർഡ് വാങ്ങിയിരിക്കുന്നത്. റഹ്മാന് തീർച്ചയായിട്ടും ആടുജീവിതത്തിന് വാങ്ങാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഇത്തവണ അവാർഡ് വാങ്ങിയ സിനിമയിലെ പാട്ടുകൾ ആരും കേട്ടിട്ടില്ല, അതിലെ വരികൾ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ നല്ല സിനിമയ്ക്കല്ല എങ്കിൽ അവാർഡ് കൊടുക്കാൻ സാധ്യത കുറവാണ്. നല്ല പാട്ട് തന്നെ ആയിരിക്കാം അവാർഡ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്ലസ്സി പറയുന്ന പരാതിക്ക് പ്രസക്തിയില്ല എന്ന് ഞാൻ പറയുന്നു. നമുക്കെല്ലാ വർഷവും ഇതുപോലെ സിനിമ അവാർഡ് നടക്കുമ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യാം. കാരണം ഉറപ്പായിട്ടും ഇതുപോലുള്ള വങ്കത്തരങ്ങൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ വങ്കത്തരങ്ങൾ പറഞ്ഞിരിക്കും. എങ്കിലും എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തത് നൻപകൽ നേരം മയക്കവും, റാഷോക്കും പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂട്ടി, ഒരു പുതിയ പെൺകുട്ടി റദീന സംവിധാനം ചെയ്ത ഉണ്ട എന്ന് പറഞ്ഞ സിനിമ അടക്കം 3 സിനിമകളും നാഷണൽ അവാർഡിന് എന്തുകൊണ്ട് അയച്ചില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. മമ്മൂട്ടി അത് വെളിവാക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പറയണം എന്തുകൊണ്ട് എൻ്റെ 3 സിനിമകൾ പോയില്ല, അല്ലെങ്കിൽ ഞാൻ ഏർപ്പാട് ചെയ്ത ഏത് വിവരദോഷിയാണ് കൃത്യസമയത്ത് ഇത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാത്തതെന്ന് അദ്ദേഹം പറയണ്ടേ. അതിന് പകരം ഋഷഭ് ഷെട്ടിയോടൊപ്പം ഇഞ്ചോടിഞ്ച് മമ്മൂട്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ കള്ള വാർത്ത കൊടുക്കുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും ഓർത്തോളൂ, നമ്മുടെ ന്യൂസ് ചാനലുകൾ പറയുന്ന മുഴുവൻ പൊട്ടക്കള്ളമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഇത്.
മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും കൂടി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി അവാർഡ് വാങ്ങിക്കുമോ ഋഷഭ് വാങ്ങുമോ എന്നുള്ള പ്രശ്നമാണ്. മമ്മൂട്ടി മുസൽമാനായിട്ട് തടയുമോ എന്നുള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ള വാർത്തകൾ ഉണ്ടാക്കി വിട്ടിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയും മത്സരത്തിന് വേണ്ടി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തിരുത്തി പറയാനുള്ള മാന്യത ഇവിടുത്തെ ചാനലുകാർ കാണിക്കണം, ഇവിടുത്തെ യൂട്യൂബർമാർ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കുറ്റമറ്റത് എന്ന് തന്നെ പറയാവുന്ന നാഷണൽ അവാർഡായാലും ശരി, സംസ്ഥാന അവാർഡായാലും ശരി, 2022 നാഷണൽ അവാർഡും 2023 സംസ്ഥാന അവാർഡും ഏറെക്കുറെ കുറ്റമറ്റതായ, അല്ല 100% കുറ്റമറ്റതാവണമെങ്കിൽ ജനിച്ചു വീഴുന്ന കൊച്ചു കുട്ടികളോ മരിച്ചുപോയ ശവമായി പോയ മനുഷ്യരോ പോയിരുന്ന് ജൂറി ആയാൽ മാത്രമേ കുറ്റമറ്റ 100% പ്യൂരിഫൈ ചെയ്ത അവാർഡുകൾ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരെങ്കിലും ഓർക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അവാർഡ് നേടിയ ഉർവശി അടക്കമുള്ള മുഴുവൻ, നമ്മുടെ പൃഥ്വിരാജ് അടക്കം, എനിക്ക് ആ ആടുജീവിതം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നു, ഈ ചെറുപ്പക്കാരൻ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. എങ്ങനെ ഈ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പട്ടിണി കിടന്ന് എല്ലും തോലും ആകണമെന്ന് ബ്ലസ്സി പറഞ്ഞു. ബ്ലസ്സി എത്ര ക്രൂരനെന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. അത്രയും എന്നെ വേദനിപ്പിച്ച കഥാപാത്രമായിരുന്നു ആടുജീവിതം. അപ്പോൾ പൃഥ്വിരാജിനും ഉർവശിക്കും എല്ലാം അവാർഡ് കിട്ടിയ എല്ലാ പേർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, അടുത്ത വർഷം അടുത്ത പൂരത്തിന് കാണാമെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അടുത്ത മാമാങ്കത്തിന് കാണാമെന്ന് പറയുന്നത് പോലെ നമുക്ക് അടുത്ത അവാർഡ് വിഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.